നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ഐഡിയ ഉണ്ടോ? കൊള്ളാം. അതിനെ എങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാക്കി മാറ്റാം? ആ ഒരു യാത്രയുടെ ഒരു ബ്ലൂ പ്രിന്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റോഡ് മാപ്പ്. ഒരു ഐഡിയയുടെ ആ ഒരു സ്പാർക്ക് മുതൽ അതൊരു വലിയ സംരംഭമായി മാറുന്നതുവരെയുള്ള ഓരോ സ്റ്റെപ്പും നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. ഒരു കാര്യം ഓർക്കണം, ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തെ മാറ്റിമറിച്ച ഏതൊരു വലിയ കമ്പനിയും തുടങ്ങിയത് വളരെ സിമ്പിളായ ഒരു ചിന്തയിൽ നിന്നാണ്. ഇത് വെറും ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചല്ല, നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനെക്കുറിച്ചാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിന്നാണ് ഈ കിടിലൻ ഐഡിയകളൊക്കെ വരുന്നതെന്ന്. സത്യം പറഞ്ഞാൽ വലിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നിന്നാണ്. നമ്മൾ ബുദ്ധിമുട്ടുന്ന ഓരോ കാര്യവും ശരിക്കും പറഞ്ഞാൽ ഒരു അവസരമാണ്. ശരി, ഈ നിരീക്ഷണത്തെ അല്ലെങ്കിൽ ഈ പ്രോബ്ലത്തെ എങ്ങനെ ഒരു അവസരമാക്കി മാറ്റാം നമുക്ക് നോക്കാം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോ സാധാരണക്കാർക്ക് താമസിക്കാൻ നല്ല വില കുറഞ്ഞ ഹോട്ടലുകളില്ല എന്നൊരു പ്രശ്നം റിതേഷ് അഗർവാൾ കണ്ടു. അതിൽ നിന്നാണ് ഓയോ ഉണ്ടായത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് ഓൺലൈനിൽ കിട്ടാനില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് ഫൽഗുനി നായർ നൈക്ക തുടങ്ങിയത്. കണ്ടില്ലേ, എവിടെ പ്രശ്നമുണ്ടോ അവിടെ ഒരു സൊല്യൂഷനും ഒരു സാധ്യതയുമുണ്ട്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്, അതിനൊരു പരിഹാരവും നിങ്ങൾ കണ്ടെത്തി. പക്ഷേ അതിലും വലിയൊരു ചോദ്യമുണ്ട്, ആളുകൾ ഇത് ശരിക്കും ഉപയോഗിക്കുമോ? അവർക്കിത് ആവശ്യമുണ്ടോ? ഒരുപാട് പണമൊന്നും മുടക്കാതെ ഈ ഐഡിയ വർക്കാകുമോ എന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് മിനിമം വയബിൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ MVP. ഇത് നിങ്ങളുടെ ഐഡിയയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വേർഷനാണ്. ലക്ഷ്യമൊന്നേയുള്ളൂ, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആളുകളിൽ നിന്ന് അഭിപ്രായം കേൾക്കുക. ഇതൊരു സൈക്കിൾ പോലെയാണ്. നിങ്ങൾ ഒരു സിമ്പിൾ വേർഷൻ ഉണ്ടാക്കുന്നു, ആളുകൾ അതെങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് നോക്കുന്നു, അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു, പിന്നെയും മെച്ചപ്പെടുത്തുന്നു. അല്ലാതെ എല്ലാം പെർഫെക്റ്റ് ആവുന്നതുവരെ കാത്തിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ചെയ്തു പഠിക്കുക, അതാണ് പ്രധാനം. നിങ്ങളുടെ ഐഡിയയ്ക്ക് ആളുകൾക്കിടയിലൊരു ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായാൽ അടുത്ത പടി വളർച്ചയാണ്. അതിന് ഫ്യുവൽ വേണം. 2 തരം ഫ്യുവൽ: 1 പണം, 2 നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു കിടിലൻ ടീം. പണം കണ്ടെത്താൻ പല വഴികളുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം സേവിങ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയും വെഞ്ചർ ക്യാപിറ്റലിനെയും സമീപിക്കാം. ചിലപ്പോൾ സർക്കാർ ഗ്രാന്റുകളും കിട്ടിയേക്കാം. പക്ഷെ പണം മാത്രം പോരല്ലോ, നിങ്ങളുടെ അതേ പാഷനുള്ള ഒരു ടീമും വേണം. ഒരു വിഷനുള്ള ലീഡർ, ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ, ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഇങ്ങനെ എല്ലാവരും ചേരുമ്പോഴാണ് ആ ഐഡിയയ്ക്കൊരു ജീവൻ വെക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതിനെ സ്കെയിൽ ചെയ്യണം. അതായത് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എത്തിക്കണം. ഈ വളർച്ച എന്ന് പറയുന്നത് പല തരത്തിലുണ്ടാവാം. സാമ്പത്തികമായി, അതായത് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ടാക്കാം. അല്ലെങ്കിൽ സാമൂഹികമായി, ആളുകളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം. അതുമല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഗുണകരമായ എന്തെങ്കിലും ചെയ്യാം. ഇതിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് അമുൽ. ഒരു ചെറിയ സഹകരണ പ്രസ്ഥാനമായി തുടങ്ങി ഇന്ന് ലക്ഷക്കണക്കിന് ക്ഷീരകർഷകരുടെ ജീവിതത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പ്രസ്ഥാനം. ഇതെല്ലാം കേട്ടിട്ട് ഞാൻ ഇതൊക്കെ എപ്പോ ചെയ്യാനാണ് എന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം. ഈ യാത്ര തുടങ്ങാൻ നിങ്ങളുടെ ഡിഗ്രി കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ക്യാമ്പസ് തന്നെയാണ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം. കാരണം ഇപ്പൊ മിക്ക കോളേജുകളിലും ഇൻക്യുബേറ്ററുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് എക്സ്പേർട്സിന്റെ സഹായം കിട്ടും. ചിലപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് കുറച്ച് ഫണ്ടിങ്ങും കിട്ടിയേക്കാം. ഒരുപാട് പേരെ പരിചയപ്പെടാനും പറ്റും. ശരിക്കും പറഞ്ഞാൽ തോൽവിയെ പേടിക്കാതെ പരീക്ഷണങ്ങൾ നടത്താനുള്ള ഏറ്റവും നല്ല ലാബാണ് നിങ്ങളുടെ കോളേജ് കാലം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ ഒരു യാത്രയെ നമുക്കൊന്ന് ചുരുക്കി പറയാം. ആദ്യം ഒരു പ്രശ്നം കണ്ടെത്തുന്നു, അതിനൊരു പരിഹാരമുണ്ടാക്കുന്നു, ഒരു MVP വെച്ച് അത് ടെസ്റ്റ് ചെയ്യുന്നു, വളരാൻ വേണ്ട പണവും ടീമും കണ്ടെത്തുന്നു, അവസാനം നിങ്ങളുടെ സ്വാധീനം ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നു. അത്രയുള്ള കാര്യം. നൈക്കായുടെ സ്ഥാപകയായ ഫാൽഗുനി നായർ പറഞ്ഞൊരു കാര്യമുണ്ട്: ചെറുതായി തുടങ്ങാനും വലുതായി സ്വപ്നം കാണാനും തയ്യാറാവുക. ശരിക്കും നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എത്ര ചെറുതാണെങ്കിലും പ്രശ്നമില്ല. അതിലൊരു വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു വലിയ സ്വപ്നവും നേടാൻ പറ്റും. അപ്പോൾ അതാണ് ഈ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. ചെറുതായി തുടങ്ങുക, വേഗത്തിൽ പഠിക്കുക, പിന്നെ സ്മാർട്ടായി വളരുക.
അപ്പോ ഇതെല്ലാം കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ചുറ്റുമുള്ള ഏതു പ്രശ്നത്തിനാണ് നിങ്ങൾ ആദ്യം ഒരു പരിഹാരം കണ്ടെത്താൻ പോകുന്നത്?